നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ മുസ്ലിം സമുദായത്തെ ലക്ഷ്യമാക്കി നടത്തുന്ന വിദ്വേഷ പ്രചാരണവും പ്രഭാഷണങ്ങളും അത്യന്തം അപലപനീയമാണ്. ദ്വേഷമോ പ്രീതിയോ കൂടാതെ നീതി നടത്തി ഭരിക്കും എന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഭരണാധികാരികൾ അങ്ങേയറ്റം വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് ആശ്ചര്യജനകമാണ്. നമ്മുടെ രാജ്യത്ത് ഇസ്ലാം വരുന്നത് 10-ാം നൂറ്റാണ്ടിലാണ്, ഇന്നേക്ക് 1000 വർഷം മുമ്പ്. വാസ്തവത്തിൽ പ്രവാചകൻ്റെ കാലം മുതൽ തന്നെ 7-ാം നൂറ്റാണ്ട് മുതൽ തന്നെ അറേബ്യയുമായി നമുക്ക് പാരസ്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇസ്ലാം മതം വ്യവസ്ഥാപിതമായി നമ്മുടെ രാജ്യത്ത് രൂപീകൃതമാകുന്നത് 10-ാം നൂറ്റാണ്ടോടുകൂടിയാണ്. അവരാരും നുഴഞ്ഞുകയറ്റക്കാരല്ല, അവരൊക്കെ വലിയ തലയെടുപ്പോടുകൂടിയാണ് വന്നത്. അവർ ഭരണാധികാരികളായിരുന്നു, ഒരു സൈനിക നായകന്മാരായിരുന്നു. ഒരു പേർഷ്യക്കാരുണ്ടായിരുന്നു, തുർക്കികളുണ്ടായിരുന്നു, അറബികളുണ്ടായിരുന്നു, അഫ്ഗാൻസ് ഉണ്ടായിരുന്നു. അവർ നമ്മുടെ രാജ്യത്ത് AD 1000 മുതൽ 1700 വരെ 700 വർഷക്കാലം അവർ ഭരിക്കുകയുണ്ടായി. അവരുടെ കൂട്ടത്തിൽ ഭരണാധികാരികളുണ്ടായിരുന്നു. റോമില്ല താപ്പർ പറയുന്ന പോലെ മെൻ ഓഫ് പെൻ, എഴുത്തുകാർ, ഗായകർ, ചിത്രകാരന്മാർ, വാസ്തുവിദ്യയിൽ ആഭിമുഖ്യമുള്ളവർ എല്ലാവരും അവരുണ്ടായിരുന്നു. ഈ 700 വർഷക്കാലം അവരിവിടെ ഭരിച്ചു, ഇവിടെ പ്രവർത്തിച്ചു, ഇവിടെ കബറടങ്ങി. ഒരു പിടി പൊന്നുപോലും അവരിവിടുന്ന് വാരിക്കൊണ്ട് പോയില്ല. അവർ ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ചേർന്നു, പുതിയ ഭാഷ നമുക്ക് തന്നു, പുതിയ കലകളും സംഗീതവും സാഹിത്യവും നമുക്ക് തന്നു. നമ്മുടെ സാമ്രാജ്യത്തെ വിരുദ്ധ സമരത്തിൽ അവർ ശക്തമായിട്ട് പങ്കെടുക്കുകയുണ്ടായി. ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ മുതൽ കേരളത്തിലെ വക്കം അബ്ദുൽ ഖാദർ വരെ വലിയ ഒരു പോരാട്ട നിര മുസ്ലിം സമൂഹത്തിൽ നിന്ന് സാമ്രാജ്യത്തിനെതിരെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഉണ്ടായിരുന്നു. വക്കം അബ്ദുൽ ഖാദർ 26-ാമത്തെ വയസ്സിലാണ് തൂക്കുമരത്തിലേക്ക് കയറ്റപ്പെടുന്നത്. തൂക്കുമരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം ജയിലിൽ വെച്ച് തൻ്റെ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും എഴുതിയൊരു കത്തുണ്ട്. ആ കത്തിൽ പറയുന്നുണ്ട്, ബാപ്പ, ഉമ്മ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ സാധിച്ചില്ല, പക്ഷേ ഞാൻ തൂക്കുമരത്തിൽ ഏറ്റപ്പെട്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് അഭിമാനമേ ഉണ്ടാവൂ എന്ന് പറയുന്നുണ്ട്. 26-ാമത്തെ വയസ്സിലാണ് വക്കം അബ്ദുൽ ഖാദറിൻ്റെ രക്തസാക്ഷിത്വം. ശക്തമായ സാമ്രാജ്യ വിരുദ്ധ പോരാട്ടത്തിൽ അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഭരണാധികാരികൾ തന്നെ അവരെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയാണ്. സംവരണത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റ് പിന്നോക്ക സമുദായങ്ങൾക്ക്, OBC വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കുന്നതിനെ ഏറ്റവും ശക്തമായിട്ട് എതിർത്തത് BJP ആണെന്ന് ഓർക്കണം. വിശ്വനാഥ് പ്രതാപ് സിംഗിൻ്റെ കാലഘട്ടത്തിൽ അതിനെ നഖശികാന്തം എതിർത്തത് കോൺഗ്രസും BJPയുമായിരുന്നു. LK അദ്വാനിയും ഉൾപ്പെടെയുള്ളവർ VP സിംഗിനെ പിച്ചി ചീന്തുകയായിരുന്നു എന്ന് അന്ന് രാഷ്ട്രപതിയായിരുന്ന വെങ്കട്ടരാമൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ഇവരെല്ലാവരും മറ്റ് പിന്നോക്ക സമുദായങ്ങളുടെ സംവരണത്തെ എതിർത്തതാണ്. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ അനുകൂലിച്ചു, അതൊരു കാവ്യനീതിയാണ്. എന്നാൽ BJP പറയുന്ന ഈ അവരന്ന് എതിർത്ത മറ്റ് പിന്നോക്ക സമുദായങ്ങളുടെ സംവരണം മുസ്ലിങ്ങൾക്ക് എടുത്തു കൊടുക്കും കോൺഗ്രസ് എന്നാണ് ഇപ്പോൾ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇവിടെ രാജ്യത്ത് മതത്തിന് സംവരണമില്ല. നമ്മുടെ ഭരണഘടന പറയുന്ന റിസർവേഷൻ ഷുഡ് ബി ഗ്രാൻറ്റഡ് ടു സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് ഇൻ അപ്പോയിൻമെൻറ്റ്സ് ഇൻ ഗവൺമെൻറ് ആൻഡ് ഇൻ അഡ്മിഷൻസ് ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിനും ഗവൺമെൻറ് ഉദ്യോഗങ്ങൾക്കും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കണമെന്നാണ് പറയുന്നത്. അല്ലാതെ മതത്തിന് സംവരണം കൊടുക്കണമെന്ന് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നില്ല. അങ്ങനെ മതത്തിന് സംവരണം കൊടുക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല. പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പ്രധാനമന്ത്രി തന്നെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകം സംവരണം ചില പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നു എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. ചുരുക്കത്തിൽ നമ്മുടെ രാജ്യത്ത് മുസ്ലിം ജനസമൂഹത്തെ നിരന്തരം ആക്ഷേപിക്കുകയും അവമാനിക്കുകയും കേവലം താൽക്കാലിക തിരഞ്ഞെടുപ്പ് താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മതനിരപേക്ഷ പരിസരത്തെ അപകടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യലബ്ധിയുടെ കാലത്ത് തന്നെ ഇത്തരം പ്രവണതകൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ രാജ്യത്തെ ഒരു മതനിരപേക്ഷ സ്വഭാവം, ഗാന്ധിജിയുടെ സ്പിരിച്വാലിറ്റി, നെഹ്റുവിൻ്റെ സെക്കുലർ ഹ്യൂമനിസം, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ മതനിരപേക്ഷത,
ഇവയെല്ലാം കൊണ്ട് ഈ രാജ്യത്ത് വർഗീയത പ്രചരിപ്പിക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല. 1952 നടന്ന ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹിന്ദു സംഘടനകൾ ചില സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നെങ്കിലും വിരലിലെണ്ണാവുന്നവരെ മാത്രമാണ് അവർക്ക് ലോക്സഭയിൽ വിജയിപ്പിക്കാൻ സാധിച്ചത്. എന്നാൽ അവർക്ക് മനസ്സിലായി ഈ രാജ്യത്ത് ഒരു വർഗീയ ധ്രുവീകരണം ഇല്ലാതെ തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ സാധിക്കുകയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1980കളിൽ അവർ ബാബറി മസ്ജിദിൻ്റെ പ്രചാരണം ആരംഭിച്ചത്. രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രചാരണം 1984 BJPക്ക് വാസ്തവത്തിൽ ലോക്സഭയിൽ 2 ലോക്സഭാ സീറ്റ് മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം. എന്നാൽ 1990 ബാബറി മസ്ജിദ് ഇടിച്ചു പൊളിച്ചതിന് ശേഷം പിറ്റേ വർഷം നടന്ന ലോക്സഭാ ഇലക്ഷനിൽ BJPക്ക് 120 ലോക്സഭാ സീറ്റുകൾ കിട്ടുകയുണ്ടായി. ഇപ്പോൾ അവർക്ക് 303 ലോക്സഭാ സീറ്റുകളുണ്ട്. അവർക്ക് തനിയെ ലോക്സഭയിൽ ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു മതനിരപേക്ഷ സാമ്രാജ്യത്വ വിരുദ്ധ ജാതി വിരുദ്ധ ഒരു പരിസരത്തിൽ നിന്ന് ഇപ്പോൾ മജോറിറ്റി കമ്മ്യൂണലിസം ഹാസ് ബിക്കം ദ ഐഡിയോളജി. രാഷ്ട്രത്തിൻ്റെ പ്രത്യയശാസ്ത്രം തന്നെ ഭൂരിപക്ഷ വർഗീയതയായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും ഡോമിനൻ്റ് പാർട്ടി, ഏറ്റവും വലിയ പാർട്ടി, അത് വലിയ പാർട്ടിയൊന്നുമല്ല. അവർ സൗത്തിൽ ദുർബലമാണ്, അവർ ഈസ്റ്റ് ഇന്ത്യയിൽ ദുർബലമാണ്. അവർ ഉത്തരേന്ത്യയിലെ നഗര കേന്ദ്രീകൃതമായ ആ പാർട്ടി BJP പക്ഷേ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. എന്നാൽ ഈ 303 ലോക്സഭാ സീറ്റുകളിൽ അവർക്ക് ഒരു മുസ്ലിം MP പോലും ഇല്ലെന്ന് ഓർക്കണം. നമ്മുടെ രാജ്യസഭയിൽ BJPക്ക് 94 MPമാരുണ്ട്. അതിൽ ഒരു മുസ്ലിം MP മാത്രമാണ്, നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു മുസ്ലിം MP മാത്രമാണ് വന്നിട്ടുള്ളത്. BJP 17 സ്റ്റേറ്റുകളിൽ ഭരിക്കുന്നുണ്ട്, ആയിരക്കണക്കിന് MLAമാരുണ്ട്. ആകെയുള്ള അവർക്കുള്ളത് ഒരു മുസ്ലിം MLAമാണെന്ന് മാത്രമാണെന്ന് ഓർക്കണം. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് വർഗീയത, ഭൂരിപക്ഷ വർഗീയതയുടെ അടിസ്ഥാനത്തിൽ ധ്രുവീകരണം സൃഷ്ടിച്ച് തിരഞ്ഞെടുപ്പിൽ ലാഭമുണ്ടാക്കാനുള്ള നമ്മുടെ ഭരണാധികാരികളുടെ ഈ പ്രവർത്തനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും മതത്തിൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് വോട്ട് അഭ്യർത്ഥിച്ച് രാജ്യത്തെ സാമുദായിക വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ഈ ഉദ്യമങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടു നിൽക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.